LCU എന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ കാത്തിരുന്ന ഒരു വലിയൊരു വില്ലന്റെ എൻട്രിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം LCU എന്ന് പറയുന്ന യൂണിവേഴ്സ് വലുതാക്കാനായിട്ട് പോകുന്നതിന്റെ ഒരു വലിയ സൂചന തന്നെയാണ് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ മലയാള സിനിമയിൽ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും ഇനി ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്നത് ആ കൊറിയക്കാരനെ തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ കാണുന്ന സമയത്തും എന്നായിരിക്കും ഇന്ത്യയിൽ ഒരു സിനിമയുമായിട്ട് ഇദ്ദേഹം കൊലാബറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തുടക്കം മുതലേ ചിന്തിച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആസ് എ ഫാൻ ബോയ് ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു രോമാഞ്ചം തന്നെയായിരുന്നു. എന്താന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. LCU എന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പേര് പറയുന്ന സമയത്ത് തന്നെ രോമാഞ്ചാണ്. കാരണം ആ യൂണിവേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. ലോകേഷിന്റെ ഓരോ പടങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. കൈദി, വിക്രം ആൻഡ് ലിയോ എന്ന് പറയുന്ന 3 സിനിമകൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അണ്ടറിൽ വരുന്ന സിനിമകളാന്ന് പറയുന്ന സമയത്ത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ബെൻസ് എന്ന് പറയുന്ന രാഘവ ലോറൻസ് നായകനാവുന്ന സിനിമ തന്നെയാണ്. രാഘവ ലോറൻസ് ഒരു ഹണ്ടർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അന്നേരം ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. അതായത് ഒരു വേട്ടക്കാരനെ പോലെ, ഒരു ഗോസ്റ്റ് റൈഡറിനെ പോലെ വേട്ടയാടി പിടിക്കാനായിട്ട്, ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടി പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം നമ്മൾ അന്നെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. നായകനെ നമ്മൾ കണ്ടുന്നുണ്ടെങ്കിൽ ആരാണ് ഈ സിനിമയിൽ വരാൻ പോകുന്ന വില്ലൻ അഥവാ ആന്റഗണിസ്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത് ആർ മാധവൻ തന്നെയാണ്. പൊതുവെ ആർ മാധവന്റെ സിനിമകൾ കാണുന്ന സമയത്ത് പഴയ പടങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു റൊമാൻറ്റിക് ഹീറോയിനാണ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ഈ ഒരു അടുത്ത കാലത്ത് ഒരു സിനിമ വന്നായിരുന്നു, ഒരു ബോളിവുഡ് സിനിമയായിട്ടുള്ള ഷൈത്താൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നായിരുന്നു. ആ സിനിമയിൽ ഇദ്ദേഹം ഒരു ആന്റഗണിസ്റ്റ് റോളാണ് ചെയ്തേക്കുന്നത്. ഒരു കിഡിലൻ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ഷെയ്ത്താൻ സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ബെൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ആന്റഗണിസ്റ്റ് വേഷം, ഒരു വില്ലൻ വേഷം ചെയ്യാനായിട്ട് വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് മാധവൻ തന്നെയാണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള കഥാപാത്രത്തിന് തന്നെയായിരിക്കും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ ഡോൺലി ഉണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. എമ്പുരാൻ സിനിമയിൽ ഡോൺലി ഉണ്ടോ എന്നുള്ളൊരു കാര്യം അറിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ, വാങ്ക പടം എന്ന് പറയുന്ന സമയത്ത് തന്നെ സംഭവം ഏതാണ്ട് സെറ്റാണ്. അറിയാലോ, ആനിമൽ സിനിമയുടെ ഡയറക്ടറാണ്. ആനിമൽ സിനിമ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ്. ഞാൻ പൊളിറ്റിക്സ് മറ്റൊന്ന് വെച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല, അയ്യോ അതിൻ്റെ പൊളിറ്റിക്കലി റോങ് ആണ്, റൈറ്റ് ആണ്. ഞാൻ സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ടു ബി ഫ്രാങ്ക്, സിനിമ കാണുന്ന സമയത്ത് ഒരു അടിപ്പടാണെന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്ത് കാണാം. അതാണ് എൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. സോ ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന സമയത്ത് നല്ലൊരു കിഡിലൻ വൈബിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു പടം തന്നെയായിരുന്നു ആനിമൽ എന്ന് പറയുന്നത്. വാങ്കയുടെ അടുത്ത പടം, അതും പ്രഭാസുമായിട്ടുള്ള മോൺസ്റ്ററുമായിട്ട് കോമ്പൈൻ ചെയ്യുന്ന ഒരു പടം എന്ന് പറയുന്ന സമയത്ത് തന്നെ പടത്തിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ഒരു പോലീസ് ഓഫീസറിന്റെ സിനിമയാണെന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ റൂമർ കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. സിനിമയുടെ സിനോപ്സിസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്: എ ഡിസ്ഗ്രേസ്ഡ് കോപ്പ് ഡിറ്റർമൈൻസ് ടു റീഗെയിൻ ഹിസ് ജോബ്, ഹൺസ് ഡൗൺ എ റൂത്ത്ലെസ് ഇന്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റ്, ദ റൂത്ത്ലെസ് സാഗ ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു പോലീസ് ഓഫീസറിന്റെ കഥയാണ്. ഇദ്ദേഹത്തിന്റെ ജോലി പോകുന്ന സമയത്ത് ഇദ്ദേഹം ആ ജോലി തിരിച്ചു പിടിക്കാനായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്രൈം സിൻഡിക്കേറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന, അവരെ ഹണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥയായിട്ടാണ് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പോലീസ് ഓഫീസറിന്റെ കഥയായിട്ട് ശരിക്കും പ്രഭാസ് വരാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ഒരു വാങ്ക പടം എന്ന് പറയുന്ന സമയത്ത് ഒരു വലിയൊരു ക്യാമിയുടെ അപ്പിയറൻസ് ഒക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സിനിമയുടെ സിനോപ്സിസ് വായിക്കുന്ന സമയത്ത് എ റൂത്ത്ലെസ് ഇന്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പഴയ റൂമർ കറക്റ്റ് ആണെന്നുള്ളൊരു കാര്യമായിരുന്നു. സ്പിരിറ്റ് സിനിമയിൽ നമ്മുടെ മസ്തിലെളിയനായിട്ടുള്ള ഡോൺലി ഈ സിനിമയ്ക്കകത്ത് ഉണ്ടോ എന്നുള്ളൊരു കാര്യം മുമ്പേ തന്നെ റൂമറായിട്ട് വന്നിരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് ഇതിനെക്കുറിച്ച് ഡയറക്ടർ വാങ്ക തന്നെ, സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്താണോ അതൊരിക്കലും നിങ്ങൾക്ക് നിരാശയായിട്ട് മാറില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഒരു ഇന്റർവ്യൂക്കകത്ത്, ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സിനോപ്സിസിലുള്ള ഒരു ഇന്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഒരു കണക്ഷൻ കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന ക്യാമിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് കൺഫേം. അതായത് ഡോൺലി തന്നെയാണ് ഈ സിനിമയിൽ ആന്റഗണിസ്റ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഞാൻ കൈയടിക്കുന്നത് പ്രഭാസിന് വേണ്ടി ആയിരിക്കില്ല, ഞാൻ കൈയടിക്കാനായിട്ട് പോകുന്നത് ഡോൺലി അണ്ണന് വേണ്ടി തന്നെ ആയിരിക്കും. കാരണം റൗണ്ടപ്പ് ഒക്കെ കണ്ടേക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഡോൺലി അണ്ണനെ അങ്ങനെ മറക്കാനായിട്ട് പറ്റില്ല. കയ്യിൽ പിടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയോണെ ഇരിക്കുന്നു തോന്നിക്കുന്ന ഒരു കിട്ടിലൻ ആക്ടറാണ്, നല്ല പഞ്ചുള്ള ആക്ടറാണ്. സോ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഡോൺലി വരുന്ന സമയത്ത് ഈ ഒരു സിനിമയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൂലി എന്ന് പറയുന്ന സിനിമയുടെ ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നേക്കാണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് വലിയ വൈബ് നല്ല എന്ന് പറയുന്നവരോട് ഞാൻ ഒന്നോ പറയണുള്ളൂ. അനിരുദ്ധിന്റെ പാട്ടാണ്. ആദ്യത്തെ വട്ടം കേൾക്കുന്ന സമയത്ത് എന്തോ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. പിന്നെ കേൾക്കുന്നതോറും പാട്ടിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പാട്ട് കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ പറ്റില്ല, സൂപ്പർ സ്റ്റാർ രജനികാന്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പവർ, ഞാൻ മോനെ പവറാണ്. കാരണം
ഈ പ്രായത്തിൽ ഞാൻ കേട്ടായിരുന്നൊരു വാർത്തയിലായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, ഒരു ഹാർട്ട് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രജനികാന്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഒട്ടും എനർജറ്റിക് ഇല്ലാത്ത ഒരു രജനികാന്തിനെ ആയിരിക്കാം ഒരു പക്ഷേ കാണാനായിട്ട് പറ്റാവുന്നൊരു കാര്യം ചിന്തിക്കുന്ന സമയത്തും ഓരോ പ്രാവശ്യം മനുഷ്യൻ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 74ാമത്തെ വയസ്സിൽ ഈ മൂപ്പര് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഇന്നലെ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ആയിട്ട് കണ്ടത്. കൂലി എന്ന് പറയുന്ന സിനിമയിൽ ചിക്കിട്ട് വൈബ് എന്ന് പറയുന്ന ഒരു പാട്ട് ഇന്നലെ റിലീസ് ചെയ്തായിരുന്നു. ചെറിയൊരു ഗ്ലിംസ് ആണ്, പക്ഷെ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിക്കൂടത്തേക്ക് அந்த புத்தக மூட்டை கட்டி சும்மா அது மேல அந்த இதை மட்டும் வைப்பேன். எனக்கு இது கிடைக்கல பச்சா சிக்கட்டு சிக்கட்டு கிட்டு சிக்கிட்டு சிக்கட்டு கிட்டு கிட்டு சிக்கிட்டு சிக்கட்டு கிட்டு கிட்டு சிக்கிட்டு சிக்கட்டு கிட்டு சிக்கிட்டு சிக்கிட்டு. ടി രാജേന്ദർ അദ്ദേഹം നല്ലൊരു പ്ലേബാക്ക് സിംഗർ കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷൻ കാണുന്ന സമയത്താണ് ഈ പാട്ട് ഇവിടെ നിന്ന് തന്നെ വന്നാന്നുള്ളൊരു കാര്യം തോന്നിയത്. പക്ഷെ പാട്ട് കേൾക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യമുണ്ട്. രജനികാന്തിന്റെ ഏറ്റവും നല്ല ട്രിബ്യൂട്ട് കൊടുത്തേക്കുന്ന ഈ അടുത്ത് കൊടുത്തേക്കുന്ന ഏറ്റവും നല്ല ഡയറക്ടർ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നെൽസന്റെ പേര് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. നല്ലൊരു അടിപൊളി പടം തന്നെയായിരുന്നു അദ്ദേഹം രജനികാന്തിന് വേണ്ടി സമ്മാനിച്ചായിരുന്നത്. പക്ഷേ മരണമാസം എന്ന് പറയുന്ന പാട്ട് ഉണ്ടാക്കിയേക്കുന്ന ഓളൊന്നും വേറെ ഒരു പാട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. മരണമാസം എന്ന് പറയുന്ന കാർത്തിക് സുബരാജിന്റെ പെട്ട എന്ന് പറയുന്ന സിനിമയിൽ കൊടുത്തേക്കുന്ന ഒരു ഷോട്ട്, രജനികാന്ത് ഇങ്ങനെ കാണിച്ചാൽ കയറി വരുന്നൊരു ഷോട്ട് ഉണ്ട്. അവിടെ തന്നെ ശരിക്കും ഫ്ലാറ്റാണ്. ശരിക്കും ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് ഏറ്റവും നീതി പുലർത്തിയേക്കുന്ന ഒരു ഡയറക്ടർ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും കാർത്തിക് സുബരാജ് തന്നെയാണ്. ഇന്നലത്തെ ആ പാട്ടിന്റെ ഒരു സെറ്റപ്പ് കാണുന്ന സമയത്ത് ഞാൻ ആദ്യം ഓർത്തത് കാർത്തിക് സുബരാജ് തന്നെയായിരുന്നു. എന്തായാലും പാട്ടിന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും രജനീകാന്തിന്റെ ഒരു സംഭവം വിത്ത് അനിരുദ്ധ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സംഭവം തന്നെയായിരിക്കും. ഇന്നേ വരെ അനിരുദ്ധിന്റെ ഒരു പാട്ടും രജനീകാന്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പാട്ട് പോലും പാളി പോയിട്ടില്ല, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടില്ല. എല്ലാത്തിനും വേറൊരു വൈബാണ് എപ്പോഴും തരാനായിട്ട് സാധിക്കാറുള്ളത്. വീണ്ടും അനിരുദ്ധ് ആൻഡ് രജനികാന്ത് കോമ്പിനേഷനിൽ ഒരു പാട്ട് വരുന്ന സമയത്ത് പ്രതീക്ഷകൾ ഏറെ തന്നെയാണ്. ആൻഡ് ഒപ്പം തന്നെ ലോകേഷ് കനകരാജിന്റെ ഒരു പടം എന്ന് പറയുന്ന സമയത്ത് എക്സ്പെക്ടേഷൻസ് ആർ റിയലി ഹൈ. പാട്ട് വരട്ടെ, ബാക്കിത്തെ കാര്യങ്ങൾ അപ്പോൾ പറയാം. നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ പറഞ്ഞു പോയിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒരു വലിയ സിനിമയെ കുറിച്ച് നമ്മൾ കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ അപ്ഡേറ്റുകൾ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അല്ലേ. മാർക്കോ എന്ന് പറയുന്ന സിനിമ ഡിസംബർ 20-ാം തീയതി ഞാൻ വളരെയധികം എക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു സിനിമ ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സിനിമകളിലൊന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഡിസംബർ 20-ാം തീയതിയിലത്തെ ഏക സിനിമ എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ്. കാരണം ഇതുവരെ വന്നേക്കുന്ന ഓരോ പോസ്റ്റേഴ്സുകളും ഓരോ അപ്ഡേറ്റുകളും ഒന്നിനൊന്ന് മികച്ച അപ്ഡേറ്റുകൾ തന്നെയാണ്. ഇന്ന് ഈ ഒരു സിനിമയുടെ ഒരു അടിപൊളി പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു. ഇത് കാണുന്ന സമയത്ത് തന്നെ ശരിക്കും കിളി പാറിപ്പോയി എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. ശരിക്കും ഒരു റോക്കി വൈബ് തന്നെയാണ് പുള്ളി നിൽക്കുന്നത് അല്ലേ. മലയാളത്തിന്റെ റോക്കി ബോയ് എന്ന് പുള്ളിനെ എന്തായാലും പറയാൻ പറ്റും. കാരണം ഇത്ര സ്വാഗുള്ള ഒരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഒരു ചെയിൻസോ പോലത്തെ ഒരു സംഭവമൊക്കെ പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. കുറേ പേര് അറുത്ത് മുറിച്ചിട്ടേക്കുന്ന ഒരു രംഗമൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുൾ ബ്ലഡ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വരുന്നത്. സോ ഫുൾ ചോരക്കളിയാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യം നമ്മുടെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് വാനോളം ഉയർന്നായിരുന്നു. സോ സിനിമ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. സിനിമയുടെ പോസ്റ്റേഴ്സും അത്ര അതിഗംഭീരമായിട്ടെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ആൻഡ് ഇവിടെ വേറൊരു പോസ്റ്റർ കൂടി കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് എനിക്ക് വേറെ ഏതൊക്കെയോ ഒരു പോസ്റ്ററൊക്കെ പെട്ടെന്ന് കണക്ട് ആയി വന്നെങ്കിലും ഈ കയ്യിലിങ്ങനെ മിഷീൻ ഗൺ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈദി സിനിമയ്ക്കാണ് ഓർമ്മ വന്നത്. കൈദി സിനിമയിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ പെട്ടയ്ക്കുന്ന ഒരു പെട്ടെന്ന് നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ സിനിമ എന്തായാലും വലിയ ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം ഈ പോസ്റ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെയധികം വയലന്റ് ആയിട്ടുള്ള ആരോ പറഞ്ഞേക്കുന്ന പോലെ സിനിമയുടെ ടീം തന്നെ പറഞ്ഞേക്കുന്ന പോലെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞേക്കുന്ന പോലെ മലയാളത്തിലെ തന്നെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള പടമാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഇൻഡിക്കേഷൻസുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പടം ഇറങ്ങിയിട്ട് മാത്രമാണ് ബാക്കിത്തെ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ആഫ്റ്റർ ഓൾ നമ്മളാണത് ഡിസൈഡ് ചെയ്യുന്നത്, കാണുന്ന പ്രേക്ഷകരാണത് പറയേണ്ടത്. പടം വയലന്റ് ആണ്, പടം വൺ സീനാണെന്ന് പറയേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. സോ കണ്ടുനോക്കാം എന്താണെന്നുള്ളൊരു കാര്യം ഡിസംബർ 20-ാം തീയതി അറിയാം. ഇതുവരെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടീസറോ ട്രെയിലറോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള റൂമറുകളും മറ്റും കേൾക്കുന്നുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. ഒരു പക്ഷേ ടീസറോ ട്രെയിലറോ വരാം. അങ്ങനെ വന്നാൽ വളരെ നല്ല തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിലും സിനിമയ്ക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ആൾക്കാർക്ക് അത്യാവശ്യം അറിയാവുന്ന നല്ല കിടിലൻ പാട്ടുകൾ ഈ സിനിമയ്ക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കിടിലൻ എന്ന് പറയുന്ന സമയത്ത് ഇൻ ദ സെൻസ് നല്ല ട്രെൻഡിങ് ആയിരിക്കുന്ന 2 പാട്ടുകൾ ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടത്തിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം മല്ലു അർജുൻ അറസ്റ്റായി എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു റീസൺ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. കുറച്ച് ദിവസം മുമ്പേ തന്നെ പുഷ്പ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഒരു കുട്ടി മരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വാർത്തകളൊക്കെ വായിച്ചൊരു കാര്യം തന്നെയായിരുന്നു. കേട്ട സമയത്ത് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് 24 hours ആയിരുന്നു അവിടുത്തെ ഷോസ് മറ്റൊക്കെ കാണിച്ചുകൊണ്ട് നടന്നത്. പിന്നീട് അതിനെ ചൊല്ലി ഷോസ് മറ്റൊക്കെ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു തന്നെയായിരുന്നു.
ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ആ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് അല്ലു അർജുന അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തേക്കുന്ന വാർത്തകളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കുന്ന ന്യൂസ് തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും, വീടിന്റെ മുറിയിൽ നിന്നും, ബെഡ്റൂമിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞായിരുന്നേ. എനിക്കിതിന്റെ ശരി തെറ്റൊന്നും പറയാനായിട്ട്, നമ്മൾ കോടതി ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളത് പറയാനായിട്ട് ആരുമില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റോഡ് അപകടം നടക്കുന്ന സമയത്ത് ഈ റോഡ് പണിതവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങാറുണ്ടോ? ഓൾറെഡി ഇതേ 25 ലക്ഷം രൂപ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്നുള്ളൊരു കാര്യം ഏറ്റെടുത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ഒരാളുടെ ജീവന്റെ വില എന്ന് പറയുന്നത് 25 ലക്ഷം ഒന്നല്ല. ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല. 25 ലക്ഷം എന്ന് വെച്ചിട്ട് ഒരാൾക്കും അവർ പോയിക്കുന്ന നഷ്ടം തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം അദ്ദേഹം ചെയ്ത് കൊടുത്തിട്ടും ആ ഒരാൾ മരണപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തേക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഹോട്ട് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് അല്ലു അർജുൻ തന്നെയാണ്. അല്ലു അർജുന്റെ അറസ്റ്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം? ഈ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ? ഈ ഒരു രീതി ശരിയാണോ? ഒരു ഫാൻ ബോയ് സിനിമ കാണാൻ വരുന്നു, രാത്രി സമയത്ത് സിനിമ കാണാൻ വരുന്നു, ആ സമയത്ത് ഒരു അപകടം അദ്ദേഹത്തിന് സംഭവിക്കുന്നു, അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ആ നടന് തന്നെ ഉള്ളതാണോ? അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് ഓൺ ആൾസ് ബൈ.